ഇന്റർവ്യൂല് പറയുകയുണ്ടായി അമല ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓരോ കാര്യങ്ങളും. ഇപ്പൊ പ്രഗ്നൻസി തന്നെ പറയുന്നതിലും ഈ ഷൂട്ടിലും എനിക്ക് ഒരു 10-30 ദിവസത്തോളം നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 25 ഡേയ്സ് ഉണ്ടായിരുന്നു. ഞാനും ഷറഫും ഒരു 4-5 ഡേയ്സ് ആണ് ട്യൂണീഷ്യയിൽ ഉണ്ടായിരുന്നത്. ബട്ട് അവിടെ കൂടുതൽ നമ്പർ ഓഫ് ഡേയ്സ് എനിക്ക് ആസിഫിനുമായിരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണോ ട്യൂണീഷ്യയിലേക്ക് ആദ്യം? അതെ, ഞാൻ കേട്ടത് തന്നെ സിനിമയുടെ കഥ പറഞ്ഞപ്പോഴേ ആദ്യമായിട്ട് കേട്ടത്. അടിപൊളിയായിരുന്നു. ഫുൾ ഡെസേർട്ട്. ഞങ്ങളൊരു 20 ക്രൂ മെമ്പേഴ്സ്, ലിമിറ്റഡ് ക്രൂ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പിന്നെ റംസാൻ ടൈം ആയിരുന്നുകൊണ്ട് ആൾക്കാരൊന്നും ഡേ ടൈമിൽ പുറത്തിറങ്ങില്ല, ഫാസ്റ്റിംഗ് ആണ്, ഈവനിങ് ഇറങ്ങുള്ളൂ. അപ്പം മൊത്തത്തിലൊരു പിന്നെ ഡെസേർട്ടിൻ്റെ ഒരു ഭംഗി അറിയാലോ. ലൈക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നതും ഡെസേർട്ടിലൂടെ. പിന്നെ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലേക്കുള്ള വഴി നമ്മുടെ ക്രൂ മെമ്പേഴ്സ് തന്നെ ഉണ്ടാക്കിയത്. പിന്നെ അവിടെ ഒരു സെറ്റ് ഉണ്ടാക്കിയെടുക്കുമായിരുന്നു, ലൈക്ക് ഒരു റോഡ് പോലെ, പാത്ത് വേ പോലെ. പിന്നെ അവിടെ ഒരു സെറ്റ് ഇട്ടിട്ട് അപ്പം നമ്മളത് ശരിക്കും ഒരു നമ്മളിവിടെയാണ് ജനിച്ച് വളർന്നതെന്നുള്ള അത്രയും ഒരു അടുപ്പം തോന്നി. കാരണം എപ്പോഴും നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി അബ്രോഡൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര ക്ലോസ് ആ ഒരു ഫാമിലി പോലെയാവും. പിന്നെ റംസാൻ ടൈം ആയതുകൊണ്ട് ഫുഡ് ഭയങ്കര പ്രശ്നമായിരുന്നു. ആദ്യത്തെ 2-3 ദിവസമൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. അപ്പൊ എൻ്റെ മമ്മി ഇവിടെ നിന്ന് കൊടുത്തയച്ച കുറെ അച്ചാറുകളൊക്കെയാണ് എല്ലാവരും കഴിച്ചത്. അപ്പൊ ക്രൂ മെമ്പേഴ്സ് എല്ലാം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും, എന്റെ അസിസ്റ്റന്റ് അയ്യപ്പൻ അച്ചാറ് കൊണ്ട് വരാൻ. അല്ല, അതെനിക്ക് തോന്നുന്നു മറ്റേ ഷറഫും ആസിയും ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, അമലയുടെ കുക്ക് ഉണ്ടായിരുന്നോണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ജീവിച്ചു. അതെ, ആള് മസാല ദോശയും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കി. അതൊക്കെയായിരുന്നു നമ്മള് മസാല ദോശ ഒന്ന് ആലോചിച്ചോക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ച് അടിച്ചു പൊളിച്ചു. അപ്പൊ അതിൻ്റെതായ രസം ഉണ്ടായിരുന്നു, ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. ഞങ്ങൾക്ക് ക്ലൈമറ്റ് വേഴ്സ് ആയാലും സാൻഡ് സ്റ്റോം ഒക്കെ കൂടുതൽ ദിവസം പ്രൊഡിക്റ്റ് ചെയ്തിട്ട് 2 ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഉണ്ടായത് തന്നെ സീനിന് വളരെ ഹെൽപ്പ് ചെയ്തു. ഫിലിം കാണുമ്പോൾ കാണാൻ പറ്റും ക്ലൈമറ്റ് ചേഞ്ചസ്, നമുക്ക് ആ ഫിലിമിലൂടെ തന്നെ കാണാൻ പറ്റും. പെട്ടെന്ന് മഴ, വെയിൽ, പിന്നെ രാത്രി നല്ല തണുപ്പായിരിക്കും. രാവിലെ അത്ര വെയിലായിരിക്കും. വെയിലത്ത് നമുക്ക് മൈഗ്രെയിൻ ഒക്കെ എടുത്തിരിക്കുമ്പോഴാണ് രാത്രി മഴ വരുന്നത്. അപ്പൊ ദൈവമേ, വെയിലാണ് ബെറ്റർ എന്ന് തോന്നും. അപ്പൊ അങ്ങനെ തണുപ്പത്ത് ഉള്ള പുറത്ത് ഷൂട്ട് ചെയ്യുന്ന സീൻസിലൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ ഇറ്റ് വാസ്, വെൻ ഐ ലുക്ക് ബാക്ക് ആൻഡ് വെൻ ഐ തിങ്ക് അബൌട്ട് ദിസ് എക്സ്പീരിയൻസ്, ഐ എം വെരി ഹാപ്പി.